ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ 2020 അവസാനത്തെ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞങ്ങളുടെ കഴിഞ്ഞ 2 വീക്കെൻഡിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ വീക്കെൻഡിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ജിദ്ദയിലെ മൂൺ വാലി ഡെസേർട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ നിന്നൊരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട് കേട്ടോ ഈ ഒരു മൂൺ വാലി ഡെസേർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് പോകുന്നത്. ഒരു 2 മണി 2:30 ആയപ്പോഴാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറെ 4 ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളിതാ മൂൺ വാലി ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 4 മണിക്കായപ്പോഴേക്കും അവിടെ എത്തിയിട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള 4 ഫാമിലിയും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മൂൺ വാലി ഡെസേർട്ട്. അപ്പോൾ പോട്ടർ നല്ല രസമുണ്ടല്ലോ അവിടെ. പിന്നെ എല്ലാരും കൂടെ ഫോട്ടോ കേറിയില്ല ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നില്ല. അടുപ്പ് കൂട്ടി ഫുഡ് ഉണ്ടാക്കിയെന്ന് ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് മതി. ഇത് ഈ സെൽഫി സ്റ്റിക്കിൽ നമ്മൾ എങ്ങനെ സെൽഫി എടുക്കുക ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയ ശേഷം ഇതാ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇവിടെ, ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കിതുപോലൊക്കെ ഇങ്ങനെ പോയിരിക്കാനൊക്കെ നല്ല രസമാണ്. കുട്ടികൾക്കും തന്നെ നല്ല രസമാണ്. കാരണം കൊറോണ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഒന്നും പുറത്തു പോകാറില്ലല്ലോ, പിന്നെ അധികം ആളൊന്നുമുള്ള സ്ഥലങ്ങളും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യണം. പിന്നെ കുറച്ച് ചിക്കന് മസാല കൂട്ടിയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ആണുങ്ങളൊക്കെ അത് ഗ്രില്ല് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. വേറെ പ്രശ്നം ഇതിന് മേലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കാൻ പാടില്ല. മൻസൂർ ഭായ് പണി കുറച്ച് അപ്പുറത്തിന് ഗ്രീൻ ചിക്കൻ ജിഞ്ചർ ചിക്കൻ. നീ എന്റെ ഒരു ചിക്കൻ ഉണ്ട്, നീ ഒന്ന് കണ്ടു നോക്ക്. അല്ല സജിഭായ് ഇത് വണ്ടിക്ക് നോക്കണോ? തണുപ്പ് പോവോ? വണ്ടി മെയിൻ ചിക്കനാണ് ട്രാവൽ പ്രോജക്ടിന്റെ. പാളണേ പാളിച്ചാൻ വേണ്ടിട്ട് വീഡിയോ വെക്കാൻ പറയണോ? ഇതിന് അഡ്രസ് ഇല്ലേ? വിചാരിക്കണ്ട മറ്റേ സ്റ്റാർട്ടിലൊക്കെ ചാട്ടം പറ്റൊക്കെ.
മല കയറി പോവേണ്ട് തലയും കുത്തി ചാടേണ്ട് മല കയറി പോവേണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാണ് കേട്ടോ. എടുത്തിട്ട് ചിക്കന് അതിന്റെ അകത്ത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ടൈപ്പാണ് കഴിക്കുന്നത്. ജ്യൂസി ജ്യൂസി എന്താ അവസ്ഥ? ഇത് പ്രത്യേക ടേസ്റ്റ്. നമ്മള് പലരും പല മസാലയാണ് തേച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരുടെ ചിക്കൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് പൊളിക്കാൻ പോണേ. ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൈനാപ്പിളിന്റെ പീസ് എടുക്കണം. ഇങ്ങനെ പൈനാപ്പിളിന്റെ പീസ് വെച്ചിട്ട് അതിന് ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയത് ഒരു രക്ഷയില്ല. മുളക് കടിക്കണം. എല്ലാരും പറയണ രക്ഷയില്ല. ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ നവാസ് ബായിൻ്റെ റൂമിൽ പോയിട്ടോ. അപ്പോൾ നവാസ് ബായിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഫായിക്കുട്ടൻ്റെ. അപ്പോൾ അവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ എല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വീക്കെൻഡ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ സെക്കൻഡ് വീക്കെൻഡിൽ ഞങ്ങൾക്ക് ചെറിയൊരു പാർട്ടി ഉണ്ട്. ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിന് ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്, ഫസ്റ്റ് ബേബിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് ആട്ടോ ഇനി കാണുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടി നടക്കുന്നത് ഇസ്തറയിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഇസ്തറയാണ്, സ്വിമ്മിംഗ് പൂളും നല്ല സൗകര്യമുള്ള ഇസ്തറയാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. ബാച്ചിലേഴ്സും ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയ ശേഷം പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് മട്ടൻ മന്തിയും ഡെസേർട്ടും സ്നാക്സും ജ്യൂസൊക്കെ ആയിരുന്നു.
അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ അവിടെ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെതും കുറച്ച് ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 വീക്കെൻഡിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു 2020 നമ്മുടെ കുറച്ച് നല്ല ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു 2021 നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷിഗാസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.